നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. ദൻ ആപ്പ് നിങ്ങൾ ഇനീഷ്യലി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ F&O ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾക്ക് സംഭവിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൽ സംഭവിക്കുന്ന കോമൺ മിസ്റ്റേക്സിനെ പറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി ഈ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും കറക്റ്റ് ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ 1 by 1 ആയിട്ട് അതിൻ്റെ യൂസ് കേസ് സിനാരിയോസ് പറയാം. പലർക്കും സംഭവിക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുന്നു, കൃത്യമായിട്ടും 6 മാസത്തെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. 6 മാസം എന്ന് പറയുന്നത് റെഗുലറായിട്ട് നിങ്ങൾ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ നിന്നും മാക്സിമം 3 to 4 days വരെയുള്ള ഫ്രം ദാറ്റ് പീരിയഡ് മുതൽ പ്രീവിയസ്ലി 6 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് വൺ മിസ്റ്റേക്ക്. പലരും 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് അയക്കും. അടുത്ത പ്രോബ്ലം എന്താണ്? അതിനകത്ത് ഒരുപാട് ഗ്യാപ്സ് ഉണ്ടായിരിക്കും, വളരെയധികം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള, അതായത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാകത്തില്ല ട്രാൻസാക്ഷനിൽ. അവിടെ ഇവിടെ ഗ്യാപ്പൊക്കെ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല മാസങ്ങളും ബ്ലാങ്ക് ആയിരിക്കാം. അങ്ങനെയും പറ്റത്തില്ല. അതും ഒരു എറർ പോയിന്റാണ്. എറർ നമ്പർ 1 എന്താണ്? 6 month സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അയക്കണം. പലരും അത് തെറ്റിക്കാറുണ്ട്. ഒരു പ്രോബ്ലം നമ്പർ 2 എന്താണ്? കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിന് ഉള്ളിൽ നിങ്ങൾക്ക് എന്താ പറയുക, ബ്രേക്ക് ആയി പോകുന്ന ട്രാൻസാക്ഷൻസ്, അതായത് ചില മാസങ്ങളിലൊക്കെ ഒരു ട്രാൻസാക്ഷനും കാണത്തില്ല. അത്തരം സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരു വർഷത്തെ പീരീഡൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം നിങ്ങൾ അയക്കേണ്ടത്. പ്രസൻ്റ്ലി ആസ് പെർ നിങ്ങൾ അയക്കുന്ന സിറ്റുവേഷൻ എന്തായിരിക്കണം? 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങൾ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ തലേ ദിവസം വരെയുള്ളതെങ്കിലും മിനിമം അതിനകത്ത് ഉണ്ടായിരിക്കണം. പ്രോപ്പർ ട്രാൻസാക്ഷനകത്ത് വെരി ഫ്യൂ എൻട്രീസ് മാത്രമേ ചിലപ്പോൾ കാണത്തുള്ളൂ. 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 1-2 എൻട്രീസ് മാത്രം ഉണ്ടെങ്കിൽ അതും റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4 എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന അക്കൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അയക്കുന്നത്. അതും റിജക്ഷന് കാരണമാകും. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ വളരെ ചുരുങ്ങിയ എൻട്രീസ് ഉണ്ടെങ്കിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സും റിജക്റ്റ് ചെയ്യപ്പെടാം. ഇനി പോയിന്റ് നമ്പർ 5, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ മിനിമം 5,000 rupees ട്രാൻസാക്ഷൻ ഉണ്ടായിരിക്കണം. മിനിമം 5,000 rupees ബാലൻസും അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പോയിന്റ് നമ്പർ 6, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഞാൻ ആദ്യം പറഞ്ഞതുമാതിരി മിനിമം 30 daysനുള്ളിലായിരിക്കണം. നിങ്ങൾ എന്നാണോ അപ്ലൈ ചെയ്യുന്നത്, F&O ആക്ടിവേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന നേരം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മിനിമം 30 daysനുള്ളിലെങ്കിലും 4 അല്ല 30 days വരെ നിങ്ങൾക്ക് ഗ്രേസ് പീരിയഡ് ഉണ്ടായിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ ദിസ് മന്ത് ഈസ് ഫെബ്രുവരി. നിങ്ങൾ ലാസ്റ്റ് ജനുവരി ഫെബ്രുവരി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വരെയുള്ള ട്രാൻസാക്ഷൻ എങ്കിലും അവൈലബിൾ ആകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.